മനുഷ്യത്വത്തിന്റെ ചേർത്തുപിടിക്കലിന്റെ കഷ്ടപ്പാടിന്റെ വേദനയുടെ കരുതലിന്റെ ആകെ തുകയാണ് നോട്ടുകെട്ടുകളായിക്കൊണ്ട് ആളുകളിൽ നിന്ന് സമാഹരിച്ച പണം നോട്ടുകെട്ടുകളായി കൃത്യതയോടുകൂടി സുതാര്യമായി ഈ പ്രിയപ്പെട്ട ജനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ പോയിട്ടുണ്ട്, ഒരുപാട് മാർക്കറ്റുകളിൽ പോയിട്ടുണ്ട്, റോഡ് സൈഡിൽ നിന്നിട്ടുണ്ട്. അവർക്ക് അറിയാവുന്ന തരത്തിലേക്കുള്ള വ്യത്യസ്തമായ ആശയങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് അവര് സമാഹരിച്ചത് ആദ്യഘട്ടത്തിൽ പ്രിയപ്പെട്ട ഈ പൊന്നുമോന് പ്രയാസമുണ്ടായ സമയത്ത് തന്നെ MCUവിന്റെ ഇടപെടലുണ്ടായിരുന്നു. ആ MCU എന്ന് പറയുന്ന സാംസ്കാരിക വേദി, മുതുപ്പറമ്പ് സാംസ്കാരിക വേദിയാണ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് സമാഹരിക്കേണ്ടത് 3 കോടി രൂപയാണ്. പറ്റാവുന്ന ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഞങ്ങളുടെ ആരോഗ്യം പോയാലും ശരി, ഞങ്ങളുടെ ജീവിതത്തിനുള്ള വരുമാന സംവിധാനങ്ങളും പോയാലും ശരി, ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പ്രയാസം വന്നാലും ശരി, വെയിൽ കൊണ്ടാലും ശരി, ഒറ്റക്കെട്ടായിക്കൊണ്ട് ഞങ്ങൾക്ക് പറ്റാവുന്ന ഇടപെടൽ നടത്തുമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന സംഘടനയാണ് MCU എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഈ നീല ട്രോളിയിൽ മനുഷ്യത്വത്തിന്റെ ചേർത്തുപിടിക്കലാണ്, കരുതലിന്റെ സമ്പാദ്യമാണ്. പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവന്റെ 10 രൂപ മുതൽ 100 രൂപ മുതൽ വെയിൽ കൊണ്ട് ആരോഗ്യം മാറ്റിവെച്ച് ജനങ്ങളെ മുമ്പിലേക്ക് കൈകൾ നീട്ടി യാചന നടത്തി പാവപ്പെട്ടവന്റെയും ആ പണക്കാരന്റെയും മുമ്പിലേക്ക് വാ തുറന്ന് ഷാമിൽ മോനെ സഹായിക്കണേ, ഷാമിൽ മോനെ രക്ഷപ്പെടുത്താൻ കൂടെ നിൽക്കണേ എന്ന് പറഞ്ഞ് ഈ പ്രിയപ്പെട്ട ആളുകൾ സമാഹരിച്ച തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് 1 രൂപ പോലും നീക്കിയിരിക്കാതെ, 1 രൂപ പോലും മാറ്റിവെക്കാതെ ഈ പ്രിയപ്പെട്ട ആളുകൾ ഈ വലിയ മുന്നേറ്റത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത്. ആദ്യമായി ഈ ട്രോളി എന്താണ് എന്നുള്ളത് കൂടെ നമുക്കൊന്ന് കാണിച്ചു കൊടുത്തേ. മനുഷ്യത്വത്തിന്റെ ചേർത്തുപിടിക്കലിന്റെ കഷ്ടപ്പാടിന്റെ വേദനയുടെ കരുതലിന്റെ ആകെ തുകയാണ് നോട്ടുകെട്ടുകളായിക്കൊണ്ട് ആളുകളിൽ നിന്ന് സമാഹരിച്ച പണം നോട്ടുകെട്ടുകളായി കൃത്യതയോടുകൂടി സുതാര്യമായി ഈ പ്രിയപ്പെട്ട ജനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ പോയിട്ടുണ്ട്, ഒരുപാട് മാർക്കറ്റുകളിൽ പോയിട്ടുണ്ട്, റോഡ് സൈഡിൽ നിന്നിട്ടുണ്ട്. അവർക്ക് അറിയാവുന്ന തരത്തിലേക്കുള്ള വ്യത്യസ്തമായ ആശയങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് അവര് സമാഹരിച്ചത് ആദ്യഘട്ടത്തിൽ പ്രിയപ്പെട്ട ഈ പൊന്നുമോന് പ്രയാസമുണ്ടായ സമയത്ത് തന്നെ MCUവിന്റെ ഇടപെടലുണ്ടായിരുന്നു. ആ സമയത്ത് അവര് 2 ലക്ഷം രൂപ പിന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് 1.5 ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ അവർ കൊടുത്തിരുന്നു. 2ാം ഘട്ടത്തിൽ നമ്മൾ അവരോട് പറഞ്ഞ ചലഞ്ച് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ പറഞ്ഞപ്പോ 5.5 ലക്ഷം രൂപയുമായിട്ടാണ് ഈ പ്രിയപ്പെട്ട കൂട്ടായ്മ 5,55,555 രൂപ, 55 രൂപയാണ് ഈ പ്രിയപ്പെട്ട ആളുകൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഒത്തിരിയായിട്ടുള്ള ആളുകളുടെ വിയർപ്പ്, ഒത്തിരിയായിട്ടുള്ള ആളുകളുടെ അധ്വാനം ഇതിന്റെ പിന്നിലുണ്ട്. ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഞാനൊരിക്കല് എനിക്കൊന്ന് CHന്റെ വീട്ടിൽ നിന്നാന്ന് തോന്നുന്നു, CS-ന്റെ വീട്ടിൽ നിന്ന് സുലൈമാൻ ഹാജി അവരുടെ വീട്ടിൽ നിന്ന് രാത്രി 12:30 മണിക്ക് ഭക്ഷണം കഴിച്ച് ഞാനൊന്ന് പാസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഒരു ഷോപ്പിൽ ഒരു പീടിയന്റെ ഉള്ളിൽ കുറച്ച് കുട്ടികൾ, അതിന്റെ അടുത്ത് ഒരു അനൗൺസ്മെന്റ് ജീപ്പുണ്ട്, ഒരു ഇന്നോവ കാറുണ്ട്. നമ്മളെ സാമ്പത്തിക സമാഹരണവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട മക്കള് അന്നത്തെ കളക്ഷൻ നാണയത്തുട്ടുകൾ എണ്ണി അത് കണക്കാക്കി അത് തിട്ടപ്പെടുത്തി അത് റബ്ബർ ബാൻഡിൽ ഇട്ട് വെച്ച് സൂക്ഷ്മതയോടുകൂടി പോകുന്നൊരു കാര്യം കണ്ടു. അതുമാത്രമല്ല, ഇതിന്റെ തുടക്കം മുതൽ പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടൊരു കാര്യം, അത് നേതൃത്വത്തിന്റെ ഗുണമാണെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇത് 3/12/2024 ചൊവ്വാഴ്ച കൊണ്ടോട്ടി ഷാമിൽ മോൻ ഫണ്ട് കളക്ഷൻ മേലങ്ങാടി 500ന്റെ നോട്ട് ഇത്ര, 200ന്റെ നോട്ട് ഇത്ര, കുഞ്ഞാപ്പുക്ക 100ന്റെ നോട്ട് ഇത്ര, 50ന്റെ നോട്ട് ഇത്ര എന്ന് ടോട്ടൽ പൈസ കറക്റ്റ് ചെയ്ത് നാണയത്തുട്ടുകൾ ഇത്ര എന്ന് നോട്ട് ചെയ്തെന്ന് മാത്രമല്ല, അവിടെയുള്ള മുതിർന്ന 5 പേരെ കൊണ്ട് സൈൻ ചെയ്ത്, എല്ലാരെ കൊണ്ടും സൈൻ ചെയ്ത് അവിടെ അന്നത്തെ പരിപാടി അവസാനം അവരെ നിർത്തിയില്ല. അതിനുശേഷം അടുത്ത ഡേറ്റിലേക്ക് പോകുമ്പോൾ 4/12 കൃത്യമായി നോട്ട് ചെയ്ത് എത്ര പൈസകൾ വന്നു, 1 രൂപന്റെ കോയിൻസ് എത്ര, 2 രൂപയുടെ കോയിൻസ് എത്ര, 5 രൂപയുടെ കോയിൻസ് എത്ര, അവിടെ കൃത്യമായ ആളുകൾ ഒപ്പിട്ട് എല്ലാ തീയതിയിലും കൃത്യമായി രാത്രി വൈകിയാലും അന്നുള്ള കളക്ഷൻ തിട്ടപ്പെടുത്തി സുതാര്യമായി മാതൃകാപരമായിട്ടാണ് അവരുടെ ഓരോ നീക്കങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്ന്
എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാതെ പോയാൽ അത് ഇവരോട് കാണിക്കുന്ന ഒരു നന്ദികേടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യം നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. അത്രമാത്രം സുതാര്യതയോടുകൂടി സന്തോഷകരമായി അവർ മാറ്റിവെച്ച ആളുകളാണ്. പ്രിയപ്പെട്ട എന്റെ ഇടതുഭാഗത്തുള്ളത് ഹാരിസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവനാണ്. ആ പ്രിയപ്പെട്ടവന്റെ ഷോപ്പിൽ നിന്നാണ് ആ പൈസ ഉണ്ട്. നോക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചവരോട് അത് MC-യുടെ ഓഫീസാണെന്ന്. MC-യുടെ ഓഫീസല്ല, അവിടെ കാണുന്നത് ടൈലറിംഗിന്റെ ഡ്രസ്സുകളും കർട്ടന്റെ വർക്കുകളും കാര്യങ്ങളും ഒക്കെയാണ്. കാരണം നമ്മളെ ഈ പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ ആ പ്രിയപ്പെട്ടവൻ തന്റെ ജോലിയിൽ ഇതുവരെ പോയിട്ടില്ല. അതിനേക്കാൾ ഏറ്റവും വേദന എനിക്കുണ്ടായത് ആ പ്രിയപ്പെട്ടവന്റെ മോള് ഹാരിസ് ഖാനോട് പറഞ്ഞത്, നേരം വൈകി വീട്ടിലെത്തിയാലും കുഴപ്പമില്ല, എന്റെ ഉപ്പ പോകുന്നത് ഷാമിൽ മോന് വേണ്ടിയല്ലേ എന്നാണ് ആ പ്രിയപ്പെട്ട ഉപ്പ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ടവനോട് തന്റെ മകള് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു കുടുംബത്തിനും പ്രയാസമില്ല, നേരം വൈകിയതിന് ഒരു പ്രയാസവും പ്രതിസന്ധികളുമില്ല. ആ കുടുംബത്തിന്റെ കൂടെ നിന്നുകൊണ്ടാണ് ആ പ്രിയപ്പെട്ടവൻ തൊഴിൽ മാറ്റിവെച്ചു പോകുന്നത്. അതേപോലെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ആ കൂട്ടായ്മയിലെ ഓരോ പ്രിയപ്പെട്ട ആളുകളും ഓരോ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ഷാമിൽ മോന്റെ ജനകീയ കളക്ഷന്റെ ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ വന്ന് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട ഓരോ ആളുകൾക്കും ഡ്രൈവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹാരിസ് ഖാൻ പറയും. അതേപോലെ അനൗൺസ്മെന്റ് ജീപ്പിന്റെ ചെലവും അവർ തന്നെയാണ് എടുത്തത്. വണ്ടിയും സെറ്റ് ചെയ്തത് അവർ തന്നെയാണ്. അവർക്ക് ഓടിക്കാൻ നിൽക്കുന്ന ഒരാൾ ഇന്നോവ കാറും ഡിസ്പ്ലേക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടുകൂടി പ്രിയപ്പെട്ട ഈ കൂട്ടായ്മയിലെ ഓരോ ആളുകളോടും സഹായിച്ചവരോടും നേതൃത്വം കൊടുത്തവരോടും ആരോഗ്യം മാറ്റിവെച്ചവരോടുമുള്ള നന്ദിയും സ്നേഹവും പങ്കുവെച്ചുകൊണ്ട് ഈ നാട് ഒരിക്കലും പരാജയപ്പെടില്ല. പരാജയപ്പെടുവോ? നമ്മൾ ഷാമിൽ മോനെ ചേർത്ത് പിടിക്കില്ലേ? ആ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഇതിന് നേതൃത്വം കൊടുത്ത ഹാരിസ് ഖാൻ നമ്മളോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങള് മുതുപറമ്പ് സാംസ്കാരിക വേദി ഈ ജനകീയ കൂട്ടായ്മ ഞങ്ങളോട് പറഞ്ഞത് നിറവേറ്റുക എന്നുള്ള കാര്യം മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഓരോ പ്രദേശത്ത് എത്തുമ്പോഴും പല വാക്കുകളും പരിഹാസങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ കമ്മീഷൻ എത്ര, നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന് കിട്ടുന്ന എന്തൊക്കെ ലാഭം എത്ര എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾക്ക് ഈ ലൈവിൽ പറയാനുള്ളത്, ഷമീർ ഖാ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ ഈ നാട്ടിലെ ഷാമിൽ മോൻ എന്ന പൊന്നുമോന്റെ ആരുമല്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെയൊക്കെ ആരൊക്കെയാണ് ഇത് കാണുന്ന, നിങ്ങളുടെയൊക്കെ ആരൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ഞങ്ങൾ ഈ കമ്മീഷൻ എത്രയും ചോദിക്കുമ്പോൾ അവിടെ ഞങ്ങൾ പറഞ്ഞ വാക്ക്, ഞങ്ങളുടെ നാട്ടിൽ ഒരു കുട്ടി ഇതുപോലെ പ്രയാസപ്പെടുമ്പോൾ ആ കുട്ടിയെ ചേർത്ത് പിടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. നിങ്ങളാൽ കഴിയുന്ന ഒന്ന് പൈസ നിങ്ങൾക്ക് തരാൻ കഴിയില്ലെങ്കിൽ നല്ല വാക്കുകൊണ്ടെങ്കിൽ ഞങ്ങളെ ഒരു സമാധാനം തരണം. അങ്ങനെയാണ് ഞങ്ങൾ പലയിടത്തും കളക്ഷൻ നടത്തിയത്. ഏതായാലും നല്ല രീതിയിൽ ഞങ്ങൾ ഡ്രൈവർ റഷീദ് ഖാൻ, അടുത്ത് പറയേണ്ട ഒരുപാട് ആളുകളുണ്ട്. റഷീദ് ഖാൻ, ഞങ്ങളുടെ കൂട്ടായ്മയിലെ ബിനു, അതുപോലെ തന്നെ ജലീൽ, കൊണ്ടോട്ടി മുതൽ മലപ്പുറം ടൗണ് വരെ നടന്നൊരു ദിവസം. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന് ഇന്ന് ഇവിടെ കൂടാൻ കഴിയാത്ത, നടന്നിട്ട് കാല് പൊട്ടിട്ട് കൂടാൻ കഴിയാത്ത ആളുകൾ വരെ നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ട്. അതുപോലെ തന്നെ മൊബൈല് പോയാണ് ആ മൊബൈല് തുണിയെടുക്കാൻ വേണ്ടി മൊബൈൽ കാറിന്റെ മുകളിൽ വെച്ച് കാറ് പോയി. പിന്നെ മലപ്പുറം 2 കിലോമീറ്റർ അങ്ങേപ്പുറത്ത് മൊബൈൽ കാണുകയാണ്. അപ്പൊ ഡിസ്പ്ലേ ഒക്കെ പോയി, വണ്ടി കയറിപ്പോയി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ യാത്ര ഞങ്ങൾക്ക് ഉണ്ടായി. ഏതായാലും മനസ്സിന് സന്തോഷം എന്ന് പറഞ്ഞത്, ഞങ്ങള് ഇറങ്ങി തിരിച്ചപ്പോ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് 3 കോടിയാണ്. ഈ 3 കോടി എന്നുള്ള വലിയ ഒരു ടാസ്ക്കാണ്. ഇത് ഹിമാലയൻ ടാസ്ക് എന്ന് സമീർക്ക് എപ്പോഴും പറയുന്നത് പോലെ വലിയൊരു സംഖ്യ സ്വരൂപിക്കുക എന്നുള്ളത്. എന്നാലും ഞങ്ങളാൽ കഴിയുന്ന വിധം ഒരു ചെറിയ ഒരു സംഖ്യ ഞങ്ങൾക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞു. അതിൽ ഈ നാട്ടിലെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിലും പോയി പല ആളുകളുടെയും സഹായവും സഹകരണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഗൂഗിൾ പേ ഒരുപാട് വന്നു. ഗൂഗിൾ പേ, അതേപോലെ തന്നെ തിരൂർക്കാട് വെച്ച് ഒരാളെ കാണുകയും അദ്ദേഹം നല്ലൊരു സംഖ്യ നമുക്ക് ഗൂഗിൾ പേ ചെയ്യുകയും ഇനിയും വേണ്ട സഹകരണം, അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. സൗക്കത്ത് ഖാ എന്നാണ് മൂപ്പരുടെ പേര്. അങ്ങനെ ഒരുപാട് ആളുകളുടെ സഹായവും സഹകരണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഗൂഗിൾ പേ ഞങ്ങൾ ഇതിൽ കാണുന്ന ഒരു കാഴ്ച എന്താ വെച്ചാൽ, നമ്മളെ ഈ യാത്രയിൽ കാണുന്നത്, നമ്മളെ ഈ സന്ദേശം, ഷാമിൽ മോൻ എന്ന കുട്ടിയുടെ ഈ സന്ദേശം എല്ലാ നാടുകളിലും എത്തുക എന്നുള്ളതാണ്.
ഇങ്ങനെ ഒരു പാവപ്പെട്ട ഒരു കുഞ്ഞ് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവരെ സഹായിക്കാൻ ഈ ഗൂഗിൾ പേ വഴിയും നമ്മുടെ ASK ആപ്പ്, ഇന്ന് ഷാമിൽ മോനാണെങ്കിൽ നാളെ മറ്റൊരു കുഞ്ഞ് പ്രയാസപ്പെടുന്ന ഒരു കുഞ്ഞിനും ആ ഒരു ഈ ഒരു സംഗമ ഒരു വേദി ASK എന്ന ആപ്പിലൂടെ ഈ പണം കണ്ടെത്തുമ്പോൾ അതിലേക്ക് സഹായിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടാണ്. പല സ്ഥലത്തും ഞങ്ങൾ ഈ ASK എന്നുള്ള ഈ ആപ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ആളുകളെ എന്ന് വെച്ചാൽ സ്ത്രീകൾ, കരുണയുടെ ഒരു നമ്മൾ പറയാ എന്തും അവർ പൈസ ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മോട് സഹകരിച്ച ഒരു വിഭാഗം എന്ന് പറയുന്നത്, വിഭാഗം എന്ന് പറയാൻ പറ്റില്ല, മനുഷ്യത്വമുള്ള ഒരു ഇതാണ് സ്ത്രീകൾ. അതുപോലെ തന്നെ അയ്യപ്പ ഭക്തന്മാർ, ഒരു അയ്യപ്പ ഭക്തനും ഞങ്ങൾ നീട്ടിയ ബക്കറ്റ് പൈസ തരാതെ മടക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവർമാർ 500-600 രൂപക്ക് ഓടി സമ്പത്ത് കണ്ടെത്തുന്ന വൈകുന്നേരത്തെ അന്നത്തിനുള്ള ഓട്ടം ഓടുന്ന അവര് ഞങ്ങളെ ബക്കറ്റ് വാങ്ങിയിട്ട് അവർ വണ്ടി സൈഡാക്കിയിട്ട് പത്തനാപുരം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ട് അവര് കളക്ഷൻ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ വെള്ളം കുടിച്ചോളി, നിങ്ങൾ നിസ്കരിച്ചു പോരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല സഹായങ്ങൾ ഓട്ടോ ഡ്രൈവർമാർ, അങ്ങനെ നാനാ തുറകളിലുള്ള ആളുകളുടെയും സഹായവും സഹകരണം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഈ 3 കോടി എന്നുള്ള ടാസ്കിലേക്ക് ഞങ്ങൾ ഇതിന്റെ 3ാം ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതിനുള്ള തുടക്കം ഇന്ന് തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുക. പ്രിയപ്പെട്ട കമ്മിറ്റിയുടെ ട്രഷറർ ഊർജ്ജസ്വല അറേബ്യൻ കുഞ്ഞാപ്പുക്ക സംസാരിക്കില്ല. അവർ നേരത്തെ ലൈവിൽ വിളിക്കും. ബഹുമാന്യരെ, നേരത്തെ ഷമീർക്കയും അതുപോലെ തന്നെ MC-യുടെ കരുത്തനായ സാരഥി ഹാരിസ്കയൊക്കെ സൂചിപ്പിച്ച മാതിരി വളരെ നല്ല ഒരു സന്തോഷ നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഏകദേശം ഒരാഴ്ച മുമ്പ് നമ്മൾ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് അനൗൺസ് ചെയ്തതാണ് അടുത്ത ബുധനാഴ്ച 18-ാം തീയതി ഇതുവരെ കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ തുകയും കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്നുള്ളത്. അതിൻ്റെ 1ാം ഘട്ടം അവർ നേരത്തെ തന്നെ നമ്മുടെ ഷാമിൽ ചികിത്സാ സമിതി രൂപീകരിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ 1.5 ലക്ഷം രൂപ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും ഇപ്പം 2ാം ഘട്ടം എന്നുള്ള രീതിയിൽ 5,55,555 രൂപ ഇന്നും ഏൽപ്പിക്കുകയും ചെയ്തു. ഇത് വളരെ ഒരു സുതാര്യമായ, ആ ബുക്കുകളൊന്നും ഇങ്ങനെ മറച്ചു നോക്കുകയായിരുന്നു. ഓരോ ദിവസം പോയിന്റ് പോയ സമയം, തിരിച്ചു വന്ന സമയം, കിട്ടിയ തുക, ആ തുകയിൽ 100 500 അതങ്ങനെ വ്യക്തമായിട്ടുള്ള ആർക്കും ഒരു ഓഡിറ്റർക്ക് പരിശോധിച്ചാൽ നിമിഷങ്ങൾക്കകം കണ്ടെത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കണക്കും അതുപോലെ തന്നെയുള്ള ഒരു വലിയ പണപ്പെട്ടിയായിട്ടാണ് MC-യോടെ വന്നിട്ടുള്ളത്. ഉത്തകണ്ഠം അവർ അഭിനന്ദിക്കുകയാണ്. പല സമയത്തും പല ഘട്ടങ്ങളിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവരെന്നെ വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. ഇനിയും അവർ അതിനെ പ്രവർത്തനം നിർത്തിയിട്ടില്ല. വീണ്ടും പുതിയ പ്രവർത്തനവുമായി നാളെ തന്നെ ഗോദയിൽ ഇറങ്ങുകയാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അൽഹംദുലില്ലാ. ഏതായിരുന്നാലും ആദ്യമായിട്ട് ആ പിരിച്ച തുക മുഴുവനായിട്ട് ഇവിടെ എത്തിക്കുന്ന ആദ്യത്തെ ക്ലബ്ബ് എന്ന് തന്നെ ഇവരെ അവകാശപ്പെടാം നമുക്ക്. അവരത് അൽഹംദുലില്ലാ നമ്മുടെ കമ്മിറ്റിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ഇതിൽ പ്രവർത്തിച്ചവരും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓടി നടന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ജാതി ഭേദമന്യേ വിനടക്കമുള്ള പല ആളുകളും ഇതിന്റെ പിന്നാലെ ഓടിയിട്ടുണ്ട്. അവരൊക്കെ ഷാമിൽ മോന് വേണ്ടിയിട്ട് മാത്രമാണ് പ്രവർത്തിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മുഹമ്മദ് അലി മാഷ് 2 വാക്കിൽ മുഹമ്മദ് അലി മാഷ് സംസാരിക്കും. മാല ഇട്ടോളൂ, മാഷ് ഇട്ടോളൂ. പ്രിയമുള്ളവരെ, വളരെ സന്തോഷകരമായ ഒരു സമയത്താണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എൻ്റെ മുന്നിലുള്ള ഇപ്പോഴുള്ള ആളുകളൊക്കെ നമ്മുടെ ഷാമിൽ മോന്റെ പ്രദേശത്തുള്ള, അതായത് മുതുവറമ്പ് പ്രദേശത്തുള്ള ആളുകളാണ്. എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ പരിപാടിയായിട്ട് മുന്നിട്ടിറങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഷാമിൽ മോന്റെ ചികിത്സയായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ആ കുട്ടി പഠിക്കുന്ന സ്ഥാപനമായ ഇസ്സത്തുൽ ഇസ്ലാം ഹൈസ്കൂളായിരുന്നു. അവർ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ കളക്ഷനുമായിട്ട് മുന്നോട്ട് പോയത്. പിന്നീട് ആ ഉടനെ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കളക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഗാലക്സി പുറത്തുമൊക്കെ പോയിട്ട് ഒരു കളക്ഷൻ എടുത്തു. പിന്നെ നമ്മൾ ആ മന്ദീഭവിച്ച് അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് MC-O ഒരു കമ്മിറ്റി കൂടിയിട്ട് വാർഡ് മെമ്പർ എന്ന നിലക്ക് എൻ്റെ വീട്ടിൽ ഭാര്യയുടെ അടുത്ത് നിന്ന് ഒരു അപേക്ഷ തന്നു. ഷാമിൽ മോന്റെ ചികിത്സ നമ്മൾ ഏറ്റെടുക്കൽ അത്യാവശ്യമാണ്, ഇങ്ങനെ വിട്ടേച്ച് പോയാൽ പാടില്ല എന്ന് പറഞ്ഞൊരു അപേക്ഷ നൽകുകയും
അത് ആദ്യമായിട്ട് അവർ ചെയ്യുകയുണ്ടായി. അതൊരു നാട്ടിലെ യുവാക്കളുടെ കടമയാണ്. അതനുസരിച്ച് തന്നെ നമ്മൾ പ്രവർത്തനം മുന്നോട്ട് പോവുകയും നമ്മൾ വിപുലമായ മീറ്റിംഗ് വിളിക്കുകയും അതിൽ നിന്ന് ഉരുതിരിഞ്ഞ പ്രകാരമാണ് നമ്മൾ മലബാർ കൺവെൻഷൻ സെന്ററിൽ ഒരു കൺവെൻഷൻ വിളിക്കുകയും ജനകീയ സമിതിക്ക് രൂപം കൊടുക്കുകയും ചെയ്തത്. ആ ജനകീയ സമിതിക്ക് രൂപം കൊടുത്തതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ MCUവിന്റെ പ്രവർത്തകർ ഈ കമ്മിറ്റിയുടെ കൂടെ എന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ അറിയിക്കാൻ. അതുപോലെ തന്നെ ഒന്നാം ഘട്ടത്തിൽ 1.5 ലക്ഷത്തിലധികം രൂപ അവർ നമ്മുടെ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയുണ്ടായി. പിന്നീട് വീണ്ടും ഓരോ ആളുകൾക്ക് ടാർജറ്റ് കൊടുത്തപ്പോൾ 5 ലക്ഷം ടാർജറ്റ് കൊടുത്തപ്പോൾ അത് 5.5 ലക്ഷമായി ഉയർത്തി ഇന്ന് അവർക്ക് ഇതുവരെ കിട്ടിയ കളക്ഷൻ കംപ്ലീറ്റ് ഇവിടെ ഏൽപ്പിച്ച് സുതാര്യത കാണിച്ച കമ്മിറ്റിയാണ് MCU ക്ലബ്ബ്. അതിന് കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമുക്ക് ധൈര്യസമേതം നമ്മൾ പല ഭാഗങ്ങളിലും പല ക്ലബ്ബുകാരും പല കൂട്ടായ്മകളും ഇവിടെ ഫണ്ട് കൊണ്ടുവരുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ മുതുപറമ്പത്ത് നിന്ന് എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സധൈര്യം സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയാം ഞങ്ങളുടെ നാട്ടിലെ യുവാക്കള് നമ്മുടെ നാട്ടിലെ പ്രവർത്തകർ സംഘാടകർ ഇത്രയും വലിയ സംഖ്യ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഈ ലൈവ് കാണുന്നവർക്കുമൊക്കെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ ആളുകളും ഒക്കെ നമ്മോട് സഹകരിക്കുന്നത് പല മഹല്ല് കമ്മിറ്റികളും പല ക്ലബ്ബുകാരും പല സ്കൂൾ ബാച്ചുകളും എന്തെന്നില്ലാത്ത ആവേശത്തോടുകൂടിയും ആണ് നമ്മളെ ഷാമിൽ മോനെ സ്വീകരിക്കുന്നത്. അതിനൊക്കെ കാരണക്കാരൻ എനിക്ക് പറയാനുള്ളത് നമ്മുടെ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തെയാണ്. അദ്ദേഹമാണ് നമ്മുടെ മുന്നിൽ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകളും ഈ കാശൊക്കെ നമുക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. പലരും ഈ ഷാമിൽ മോന്റെ ഈ കാര്യം ഏറ്റെടുക്കാൻ പിന്നോട്ട് നിന്നപ്പോൾ ധൈര്യസമേതം ഇത് ഏറ്റെടുത്ത ഒരു മഹാവ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം. പല സോഷ്യൽ മീഡിയയിൽ കൂടിയും പലതരത്തിലെ കുപ്രചരണങ്ങളും പലതും നമുക്ക് നടക്കുന്നുണ്ട്, നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ആ കുപ്രചരണങ്ങളൊക്കെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുവരെ ഞങ്ങളെ കമ്മിറ്റിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പാരിതോഷികം എനിക്ക് എത്ര വേണമെന്ന് ആവശ്യപ്പെടുകയോ എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്യാതെ വളരെ സുതാര്യമായി കൊണ്ടാണ് അദ്ദേഹം അഭിമാനത്തോടു കൂടിയും അതുപോലെ തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ കമ്മിറ്റിയോട് അദ്ദേഹം സഹകരിക്കുന്നത്. നമ്മളൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് ഷമീർക്ക് അവിടെ നിന്ന് പോകുന്നത്. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നിങ്ങൾ രാവിലെ 9 മണിക്ക് എത്തണം, കാരണം നമുക്ക് തിരൂർ ഒതുക്കുങ്ങൽ ഒരാളെ പോയി കാണേണ്ടതുണ്ട്. മാഷെ എങ്ങനെ ഞാൻ ഈ രാവിലെ എത്തുക? പറഞ്ഞിട്ട് കാര്യമില്ല ഷമീർക്ക, നമ്മൾ പോവാൻ നിങ്ങൾ വരാൻ ഞാൻ കാശ് കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 9 മണിക്ക് വരാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ 10 മണിയായപ്പോൾ 9:30 മണിക്ക് നമ്മൾ ഇവിടെ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് കുന്നമംഗലത്തിന് അദ്ദേഹം ഇവിടെ എത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അത്രയും നമ്മളെക്കാൾ ഈ ഫണ്ട് വിജയിപ്പിക്കുന്നതിന്റെ ഈ കാര്യം ഷാമിൽ മോന്റെ ജീവിതം തിരിച്ചു കൊണ്ടുവന്നതിന് വേണ്ടി നമ്മളെക്കാൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഷമീർക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് സധൈര്യം മുന്നോട്ട് പോകാം. നമ്മളത് പരാജയപ്പെടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ കാരുണ്യം ഇനിയും ഉണ്ടാവണം. ഇതിന് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും പ്രത്യേകമായി നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. സർവശക്തൻ ഇതിന് സഹകരിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും ഇതിലേക്ക് സംഭാവന നൽകിയ എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. തന്റെ ഒരു ജീവിതം പൂർണ്ണമായി നാടിനും സമൂഹത്തിനുമൊക്കെ മാറ്റിവെച്ച, മഹലിനൊക്കെ ശക്തമായ നേതൃത്വം കൊടുത്ത, പാണക്കാട് കുടുംബവുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള പ്രിയപ്പെട്ട ബാപ്പുക്ക സംസാരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചെറിയ വലിയ പ്രഖ്യാപനം കൂടെ ഇവിടെ വെച്ച് നടപ്പിലാക്കുമെന്നുള്ള പ്രതീക്ഷയും വ്യക്തിപരമായി എനിക്കുണ്ട്. ഒരു കാര്യം ഞാൻ അദ്ദേഹത്തെ നിർത്തി പറയല്ല, അദ്ദേഹമൊക്കെ വിചാരിച്ചാൽ ഒരുപാട് ബന്ധങ്ങളുള്ള ആളുകളാണ്. ഒന്ന് പോയി ചോദിച്ചാൽ ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കും. ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിഷമിപ്പിക്കില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി മൈക്ക് കൈമാറുകയാണ്. MCയുടെ ഉപദേശ സമിതി അംഗം കൂടിയാണ്. തങ്ങൾ ഇവിടെ ഉണ്ട്, അതിനുശേഷം തങ്ങൾ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഷാമിൽ മോന്റെ ചികിത്സാർത്ഥം പിരിവിന് വേണ്ടി നമ്മുടെ കുട്ടികൾ നാടുനീളെ ഊണും ഉറക്കവുമില്ലാതെ വളരെ ഊർജ്ജസ്വലതയോട് കൂടി പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഒരു ഉമ്മാനെപ്പറ്റ മക്കളെ പോലെ അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സ്വന്തം മകനെ പോലെ ഷാമിലിനെ കരുതിക്കൊണ്ട് രംഗത്തിറങ്ങി പ്രവർത്തിക്കുകയാണ്. അവരെപ്പോലെ ഓടി നടക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ല. ഏതായാലും ഞാനൊരു കാര്യം ഇവിടെ പറയുകയാണ്. ഇന്നലെ ഞാൻ വീട്ടിൽ നിന്നുകൊണ്ട് ഞാനും എൻ്റെ സ്നേഹിതൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞാനുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞതിനോട് ഇന്നെ ചില ആളുകൾക്ക് വിളിച്ചാൽ വാപ്പ് വിളിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്.
അങ്ങനെ ഞാൻ ഇന്നലെ അവിടെ വെച്ച് എൻ്റെ പഴയ പാട്ടുണ്ടായിരുന്ന AC മൂസഹാജിയുടെ മകൻ AC മൻസൂറിനെ ഞാൻ വിളിച്ചു. മോനെ എങ്ങനെ വിഷയമുണ്ട്? മുമ്പ് ഡയാലിസ് സെന്ററിന് വേണ്ടി ഷിയാബിതങ്ങൾ ഡയാലിസ് സെന്ററിന് ഞാൻ വിളിച്ചപ്പോൾ 5 ലക്ഷം റുപ്യ ഞാൻ തരാമെന്ന് അവൻ പറഞ്ഞിരുന്നു. ഒന്നും ചെയ്തു. അവൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ബാപ്പു ആദ്യമായിട്ട് തൽക്കാലം 2 ലക്ഷം റുപ്യ ഞാൻ തരാം, ഇനി പോരായ്മ വരികയാണെങ്കിൽ അപ്പോൾ ഞാൻ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 3-4 പേരും കൂടി ബന്ധപ്പെടാനുണ്ട്, പ്രതീക്ഷയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് അറിയിക്കാം എത്ര കിട്ടുമെന്നുള്ളത്. ഈ 2 ലക്ഷം ഇൻഷാ അല്ലാഹ് അടുത്തിവിടെ 5 ബാബുക്ക ഏറ്റെടുക്കും. അത് 5 എന്നല്ല, അതിന്റെ മേലെ അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടത് ചെയ്യും. പിന്നെ ഷാമിൽ മോന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഇത് ജാരിയായ സദക്കയാണെന്നുള്ള കാര്യം സംശയമില്ല. കാരണം ഷാമിൽ മോൻ അറിയുന്നില്ല ആരാ എനിക്ക് തരുന്നെന്നുള്ളത്. ഷാമിൽ മോന്റെ കുടുംബവും അറിയുന്നില്ല ആരാ എനിക്ക് തരുന്നത്. ഈ കൊടുക്കുന്ന ആൾ അറിയുന്നില്ല ഞങ്ങൾ ആർക്കാ കൊടുക്കുന്നെന്നുള്ളത്. ഇവിടെ അഡ്വക്കേറ്റ് ഷമീർ സാഹിബിന്റെ വാക്ക് കേട്ടിട്ട് അവര് പൈസ വരികയാണ്. അപ്പൊ ഇത് തികച്ചും അള്ളാഹു സ്വീകരിക്കുന്ന, വലത്തെ ഭാഗത്ത് എഴുതി ചേർക്കുന്ന, ഒരു ആധാരത്തിൽ എഴുതി ചേർക്കുന്ന സദക്കയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മൻസൂർ എന്നോട് പറഞ്ഞ വാപ്പാന്റെ പരലോക ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എന്റെ സ്നേഹിതൻ, എന്റെ പാർട്ട്ണറായിരുന്നു മൂസ ഹാജിക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു പുറത്തു നൽകുമാറാകട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട വിനോദേട്ടൻ നമ്മളോട് സംസാരിക്കും. പ്രിയമുള്ളവരെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തിൽ വലിയ പ്രയാസങ്ങളോ ആകാംക്ഷകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം വലിയ ഒരു സംഖ്യയാണ് ഞങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു പേടിയായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ആളുകളുടെ സഹകരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം തന്നെയായിരുന്നു. ആ ഒരു ആവേശത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഞങ്ങളുടെ നാട്ടിലെ വിവിധ വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു ഞങ്ങൾ ഓരോ പ്രവർത്തനങ്ങളും. അതിലൊരു വിഭാഗം മാത്രമാണ് നമ്മുടെ MCU ക്ലബ്ബ് എന്നുള്ളത്. വളരെ നല്ല രീതിയിലുള്ള ഒരു എഫേർട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. 10 രൂപ മുതൽ അവിടെ അങ്ങോട്ടുള്ള എത്ര വലിയ സംഖ്യ ആയാലും അത് ആളുകളുടെ അടുത്ത് ചോദിച്ച് നമ്മുടെ ഈ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളും നടന്ന് കൈ നീട്ടി വാങ്ങുന്ന ഒരു വലിയൊരു എഫേർട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളെ പ്രദേശത്തുള്ള ഞങ്ങൾ ചെറുപ്പക്കാർ, മുതിർന്നവർ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇനി നേടാനുള്ളത് 3 കോടി എന്നുള്ള സംഖ്യ ഞങ്ങൾക്ക് നേടാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഒന്ന് കൂട്ടിച്ചേർത്ത് പറയേണ്ടത്, ഞങ്ങൾ കേൾക്കുന്ന, ഞങ്ങൾ കാണുന്ന ഈ നാട്ടിലെ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഈ പ്രദേശം ചെറിയൊരു പ്രദേശമാണ്. ഞങ്ങളുടെ അവിടെയുള്ള കാരണന്മാര്, എന്തെങ്കിലുമൊക്കെ കാശുള്ള കാരണന്മാര് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും കൊടുത്ത് ശീലിച്ചിട്ടുള്ള കാരണന്മാരാണ് ഞങ്ങളുടെ പ്രദേശങ്ങളിലുള്ളത്. ഒരുപാട് ആളുകളെ സഹായിച്ച കാരണന്മാരാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ അപൂർവ സന്ദർഭങ്ങൾ മാത്രമാണ് ഈ രീതിയിൽ മറ്റാളുകളെ കൊണ്ട് സഹായങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ്. അതുകൊണ്ട് പറയാനുള്ളത്, ഈ ഒരു നിർണായക ഘട്ടങ്ങളിൽ ഞങ്ങളുടെ കഴിയുന്ന പരമാവധി ഞങ്ങൾ എടുത്ത് ഇതിന്റെ ഭാഗമായിട്ട് ചേരുന്നുണ്ട് എങ്കിലും ഞങ്ങളുടെ കൂടെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്ന മനസ്സിന് വളരെയധികം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഇനിയും ഇത്തരം സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടാവണം. ഞങ്ങളുടെ ഈ ടാർഗറ്റ് തയ്ക്കുന്നത് വരെ ഞങ്ങളുടെ കേൾക്കുന്ന, ഞങ്ങളെ കാണുന്ന ആളുകൾ പൂർണ്ണമായിട്ടും ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, ഞങ്ങളുടെ പ്രവർത്തകർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കാര്യങ്ങൾ, നിങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു പ്രയാസങ്ങൾ നിങ്ങൾക്ക് വരാത്ത രീതിയിൽ സഹായിക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. എല്ലാവർക്കും, ഇതുമായി സഹകരിച്ച എല്ലാവർക്കും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്, നമ്മൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞല്ലോ, പ്രിയപ്പെട്ട നേതാക്കന്മാർ എല്ലാം ഒരുപാട് സഹായിച്ച മനുഷ്യനാണ് CS സുലൈമാൻ ഹാജി. നാട്ടിലെ പൊതുകാര്യങ്ങളിൽ പാവപ്പെട്ടവരുടെ കല്യാണങ്ങൾക്ക് ഒന്നും പബ്ലിസിറ്റി ഒന്നുമില്ലാതെ സഹായിച്ച് നാട്ടിൽ വലിയൊരു മനുഷ്യനാണെന്ന് ഞങ്ങളെ കൂടെ, ഞാനും മുഹമ്മദ് അലി മാഷും പ്രിയപ്പെട്ട MC പോയ സമയത്ത് കീശ്ശേരിയിൽ ഞങ്ങളെ കൂടെ ഓട്ടോക്കാരെടുത്ത് ഫണ്ട് വാങ്ങാൻ വന്നു. അതേപോലെ മറ്റൊരു സ്ഥലത്ത് വന്ന് ഞാനും കൂടെയുണ്ട്. വ്യക്തിപരമായ ആവശ്യത്തിനാണ് കീശ്ശേരിയിൽ വന്നിട്ടുള്ളത്. മക്കളെ കൂടെ ഡ്രസ്സോ മറ്റോ എടുക്കും. എന്നിട്ടും അത് മാറ്റിവെച്ച് ഞങ്ങളെ കൂടെ വരാൻ വലിയൊരു മനുഷ്യൻ കാണിക്കുന്ന ആ മനസ്സ്, അദ്ദേഹം ഒക്കെ ഈ സമയത്ത് ഇവിടെ നിൽക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, അവർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. പ്രിയപ്പെട്ട പിന്നെ അവർ 2 വാക്ക് സംസാരിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട ഷൌക്കത്ത് ഖാൻ നന്ദി പറഞ്ഞ് വളരെ പെട്ടെന്ന് ഇത് പിരിച്ചുവിടുന്നതാണ്. അങ്ങനെ വെച്ച് സംസാരിക്കും, പെട്ടെന്ന് സംസാരിക്കും. 2 വാക്ക്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഷാമിൽ മോന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലും പിരിവ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമെന്നോണം MCU ക്ലബിലെ കുട്ടികൾ സ്വന്തം നാട്ടിലും മറുപ്രദേശങ്ങളിലൊക്കെ പോയിട്ട് വലിയൊരു സംഖ്യയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യമായി അവരതിന് പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, എൻ്റെ നാട്ടുകാരും എൻ്റെ അയൽവാസികളും എൻ്റെ സുഹൃത്തുക്കൾക്കുമായ കുട്ടികൾ എന്ന അർത്ഥത്തിൽ ഓരോ ദിവസവും കളക്ഷൻ എടുത്ത്
കടയിൽ വരുമ്പോൾ ഞാൻ ആദ്യമായി അവരോട് പറഞ്ഞൊരു കാര്യം, ഇത് സാമ്പത്തിക ഇടപാടാണ്, അതിൽ വളരെ സുതാര്യത കാണിക്കണം. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വരുമ്പോൾ എത്ര വൈകിയാലും ആ സംഖ്യ എണ്ണി തിട്ടപ്പെടുത്തുകയും മാത്രമല്ല അവിടെ ആരൊക്കെ ഹാജരുള്ള അവരത് എഴുതി അവരോട് ഒപ്പുവെച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇന്ന് വരെയുള്ള കളക്ഷൻ അതേ രൂപത്തിൽ ചെയ്യുകയും വളരെ സുതാര്യമായി ഇവിടെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും അഭിനന്ദിക്കുകയാണ്. പിന്നെ മാത്രമല്ല ഞങ്ങളിതൊക്കെ പറഞ്ഞെങ്കിലും നേരത്തെ മേമാലി മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി ഏകദേശം 6-8 മാസത്തോളം ഇത് ഒരു അനങ്ങാത്ത സ്വഭാവത്തിലായിരുന്നു. കാരണം ഇത് എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിലായിരുന്നുണ്ട്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട നമ്മൾ അഡ്വക്കേറ്റ് ഷമീർ സാഹിബുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇത് ഏറ്റെടുക്കാൻ തയ്യാറായി. മറ്റാരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്ന് നേരത്തെ മേമാലി മാസ്റ്റർ സൂചിപ്പിച്ചു. അത് ഞാൻ എന്തായാലും ഏറ്റെടുക്കാം, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. എന്നാൽ ഇന്നത് ചിത്രം മാറി. അദ്ദേഹം നമ്മളോട് പറഞ്ഞത് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നേരെ തിരിച്ചായിട്ടുണ്ട്. അപ്പം നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെയാണ്. ഒരു ദിവസമില്ലാതെ വളരെ നേരത്തെ എത്തുകയും വളരെ വൈകി നമ്മിൽ പലരും വീട്ടിൽ ചെന്ന് ഉറങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം ഈ ഓഫീസിൽ നിന്ന് പോകുന്നത് ഊന്നമംഗലത്തേക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സേവനം എത്ര എടുത്തു പറഞ്ഞാലും മതിയാവില്ല. മാത്രമല്ല അള്ളാഹു താല അദ്ദേഹത്തിന് ആയുരാരോഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഞങ്ങളെ കേൾക്കുന്ന മുഴുവൻ ആളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങളുടെ നാട്ടിൽ ഈ പ്രയാസം വന്നപ്പോൾ ഇത് ഏറ്റെടുത്ത ഷമീർക്ക ഇന്ന് വരെ അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട അരച്ചായ പോലും ഇതിൽ നിന്ന് കുടിക്കാതൊരവസ്ഥയാണുള്ളതെന്ന് ഞങ്ങൾ നേരിട്ടറിയുന്ന കാര്യം നിങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇതുപോലുള്ള വീഡിയോകൾ, കാരണം ഒരാൾ പ്രയാസം അനുഭവിക്കണം, അവരെ സഹായിക്കാൻ ആളുകൾ വേണം എന്നുള്ളത് കൊണ്ട് ഞങ്ങളെ സഹായിച്ചതുപോലെ മറ്റു പലരും സഹായിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ ഞങ്ങളെ കേൾക്കുന്ന മുഴുവൻ സഹോദരന്മാർ തയ്യാറാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കലൂടെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച സി സുലൈമാനാജി പറഞ്ഞ് അയാൾ സ്വന്തമായി തന്നു, മകളെ പേരിൽ തന്നു, കുട്ടികളെ പേരിൽ തന്നു, മാത്രമല്ല ഈ ക്ലബിന്റെ പേരിലും വന്നവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഇതുമായി സഹകരിച്ച ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ സർവശക്തനായ റബ്ബ് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കലൂടെ ഇതിന് പ്രവർത്തിച്ച മുഴുവൻ കുട്ടികളെയും കാരണവന്മാരെയും മുക്തം കൊണ്ടും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ട ഷൌക്കത്ത് ക, നമ്മുടെ MC-യുടെ വലിയൊരു അമരക്കാരൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിച്ച് തളർന്നു പോയിരിക്കുകയാണ്. കാരണം ഒത്തിരി ചടങ്ങുകൾ ഇങ്ങനെ സംസാരിച്ച് മുഖ്യപ്രഭാഷണം പ്രിയപ്പെട്ട ആക്ടിംഗ് ചെയർമാൻ അബ്ദുൽ അസീസ് കെയാണ്. പ്രിയപ്പെട്ട ആ തങ്ങളവറുകൾ ഇപ്പോൾ വല്ലാത്ത പ്രയാസത്തിലായതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി MC-യുടെ സെക്രട്ടറി മാത്രമല്ല, ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മുഖ്യപ്രഭാഷണം പ്രിയപ്പെട്ട അബ്ദുൽ അസീസ്. സൗണ്ടിന്റെ ഒരു ചെറിയ പ്രയാസമുണ്ട്. പ്രിയപ്പെട്ട ഷൌക്കത്തൊക്കെ എല്ലാവർക്കും വേണ്ടി നന്ദി പറയും. എവിടെക്കൊണ്ട് നാട്ടുകാരെ, ഞങ്ങൾ എത്തുമ്പോഴേ പ്രസംഗം കഴിയുന്നുണ്ട്. നമ്മുടെ കുഞ്ഞാപ്പുകാരനോട് പള്ളം നിറച്ചു കിട്ടി. ഇപ്പോൾ ശക്തമായി നല്ല രീതിയിൽ ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം ഞങ്ങളിവിടെ നിൽക്കുന്നത് കുന്നമംഗലത്തെ മാലാഖയുടെ കൂടെയാണ്. അദ്ദേഹം നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വളരെയധികം കഷ്ടപ്പാടിലായിരിക്കും. നമ്മളിപ്പോൾ കാണുന്ന മാതിരി നമ്മളുടെ ഈ ചെറിയൊന്നും നമ്മുടെ മുഖത്തുണ്ടായിരിക്കില്ല. കാരണം അദ്ദേഹം ഇവിടെ വന്നില്ലായിരുന്നു എങ്കിൽ നമ്മളുടെ കുഞ്ഞു മോന്റെ കാര്യം വളരെ പരിതാപകരമായിരുന്നു. മുഹമ്മദ് അലി മാസ്റ്റർ പറഞ്ഞ പോലെ നമുക്കറിയാം, MCU മുഹമ്മദ് അലി മാസ്റ്റർ ഭാര്യ നദീറ മുംതാസിന് കൊടുത്ത ഒരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്രത്തോളം എത്തി പലരും പ്രവർത്തിച്ചെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ ശക്തനായ എക്സിക്യൂട്ടീവ് അംഗം ഷമീർ ഖാന്റെ സുഹൃത്തുമായ അഡ്വക്കേറ്റ് അമാനുള്ള സാഹിബ് അവിടെ വെച്ചിട്ട് തന്നെ അന്ന് ഷമീർ ഖയുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വളരെയധികം ഒരുപക്ഷെ MCUക്കാരെ ഇതേമാതിരി ലൈവിലോ ചാനലിലോ മുഖത്തോ ഒന്നും കാണുന്നൊന്നും വരില്ല. പക്ഷെ ഞങ്ങൾ അന്നു മുതൽ ഇന്ന് വരെ, ഇനി ഇത് തീരുന്നത് വരെ ഞങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഞങ്ങളെ ചാനലിന്റെ അടുത്തോ മുമ്പിലോ വീഡിയോയിലോ ഒന്നും ചിലപ്പോൾ ഞങ്ങളെ കണ്ടില്ലാന്ന് വരും. എങ്കിലും ഞങ്ങളെ ഗൾഫുകാർ, പ്രത്യേകിച്ച് സി സുലൈമാനാജി, ബാവു, ഇങ്ങനെയുള്ള ഞങ്ങളുടെ ആളുകൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള VKH ഗ്രൂപ്പുകാർ, അതുപോലെ തന്നെ കുഞ്ഞാനി, ബാപ്പു, ഇവരൊക്കെ ഞങ്ങളുടെ ശക്തരായ ഉപദേശക സമിതി അംഗങ്ങളാണ്. അവർ ഞങ്ങളുടെ ശക്തമായ നേതൃത്വപരമായി മുന്നിട്ട് നിൽക്കുന്നവരാണ്. അവരാണ് ഞങ്ങളുടെ നേതാക്കൾ. അവർ പറയുന്നത് അനുസരിച്ചാണ് ഞങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയ്ക്കും സുതാര്യമായ കണക്ക് ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ വിനോദ്, അതുപോലെ തന്നെ രാജൻ, അങ്ങനെയുള്ളവരൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നന്ദി ഞാൻ പറയുന്നത്, ഞങ്ങൾ ഇവിടെ ബക്കറ്റുമായിട്ട് സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് ശീതളപാനീയങ്ങളൊക്കെ നൽകി ഞങ്ങളെ സഹായിച്ച ഈ ലൈവ് കാണുന്ന എല്ലാവർക്കും ഞങ്ങൾ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കൂടിയ ഞങ്ങളുടെ സഹപ്രവർത്തകരെയും എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഷമീർക്കൊക്കെ മൈക്ക് കൈമാറുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ആള് നമ്മൾ 2 വാക്ക് സംസാരിക്കും.
വാ 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 വേഗം വാ. നിന്റെ അനുഭവങ്ങൾ ഓനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പറഞ്ഞു കൈ പിടിച്ചു. സന്തോഷം പറഞ്ഞ എല്ലാവരോടും നന്ദി. സഹായിച്ചവർക്കൊക്കെ എല്ലാവരും ഷാമിൽ മോനെ സഹായിക്കണം. പറഞ്ഞോ, നല്ല മോനല്ലേ? എല്ലാവരും ഷാമിൽ മോനെ സഹായിക്കണം. ഇതുവരെ സഹായിച്ചവർക്കൊക്കെ നന്ദി. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. മോനെന്താ നമ്മൾ സമ്മാനം കൊടുക്കുക? നമ്മള് ആരൊരാൾ ഫോട്ടോ എടുക്കണേ, ലൈവ് ക്ലോസ് ചെയ്യണ്ട. ഈ പൈസ കുഞ്ഞാപ്പുക്ക വരി. ഇല്ല, എല്ലാരും ഉണ്ട്. ഇല്ല മോശമാണ്. ഇതിനൊരു നാദം വേണ്ടേ? തങ്ങളെവിടെ? തങ്ങളെ കുഞ്ഞുട്ടിക്ക. ആ, ഇത് കൊടുത്തതിന്റെ ശാല ഇത് മറക്കണ്ട. എന്നിട്ട് നമ്മ ഒന്നുകൂടി കൊടുക്കാം. ഫോട്ടോ വേറെ എടുക്കണേ മോനെ? അല്ല, നിങ്ങൾ എടുക്കല്ലേ? നിങ്ങൾ ഉള്ളിൽ കയറിക്കോളി. ഫോട്ടോ എടുത്തോട്ടെ. ആ, അതിവിടെ പ്രാദേശികമാണ്. പ്രാദേശികമായി വന്നതിലെ ഏറ്റവും വലിയ സംഖ്യയാണ് MCU എന്ന് പറയുന്ന സംഘടന നൽകിയിട്ടുള്ളത്. 5,55,055 രൂപയാണ് പ്രാദേശികമായി ഇപ്പൊ ഏറ്റവും വലിയ സംഖ്യ. ആ നന്ദിയും സ്നേഹം കൂടി അറിയിക്കുന്നു. ഇടില്ലേ? ഇനി ആ ട്രോളി കൊടുക്കാം. ഇല്ല, ഇതാ കൂട്ടണ്ട. ഒന്ന് ജസ്റ്റ് കൈ വെച്ചേ. പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവരുടെ പണം ഇവർ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അഭിമാനത്തോടു കൂടി ഏറ്റുവാങ്ങുക. മോനെ ഫോട്ടോ എടുത്തതാ. നീല ട്രോളിയിൽ മനുഷ്യത്വത്തിന്റെ പണമാണ് കേട്ടോ. മൂല്യങ്ങളെ സന്ദേശമാണ്, മാതൃകയാണ്. എന്റെ പ്രിയപ്പെട്ട മോന് ഈ ലൈവ് കാണുന്നുണ്ട്. അവന്റെ ബർത്ത്ഡേ അല്ല മോള് ബർത്ത്ഡേ ആണ്. എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് നിങ്ങൾ എല്ലാവരും കൂടി ഒരു ഉപകാരം ചെയ്തു തരണം. എന്റെ സയാൻ മോന് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണം. ഹാപ്പി ബർത്ത്ഡേ സയാൻ മോൻ. ഒരാൾ കൂടി ഹാപ്പി ബർത്ത്ഡേ ഇസമോൾ. ഹാപ്പി ബർത്ത്ഡേ ഇസമോൾ. അപ്പൊ 12 മണിക്ക് ശേഷം ഇൻഷാ അല്ലാഹ് ജീവന്റെ അവിടെ എത്തും. താങ്ക് യു.